നമസ്കാരം സ്റ്റുഡൻസ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഒരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോയും അതുപോലെ തന്നെ ബ്ലോഗിനകത്ത് ഒരു പോസ്റ്റ് ആഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെയാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോ അനുസരിച്ച് നിങ്ങൾ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ആ ക്രിയേറ്റ് ചെയ്ത ബ്ലോഗിനകത്തേക്ക് നമ്മൾ ഗൂഗിൾ അനലിറ്റിക്സ് എന്ന് പറഞ്ഞ ടൂൾ ഉപയോഗിച്ച് ഗൂഗിൾ അനലിറ്റിക്സിൻ്റെ ട്രാക്കിംഗ് കോഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് പഠിക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് അതുപോലെ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്ത ആൾക്കാർ, ക്രിയേറ്റ് ചെയ്യാത്ത ആൾക്കാർ ബ്ലോഗ് എത്രയും പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യണം. പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ പോസ്റ്റിൻ്റെ അകത്തുള്ള ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ്റെ കണ്ടന്റ് അനുസരിച്ചുള്ള ഡിസ്ക്രിപ്ഷനൊക്കെ ആഡ് ചെയ്ത് സേവ് ചെയ്ത് വെക്കണം. ബ്ലോഗ് ക്രിയേറ്റ് ചെയ്ത എല്ലാ ആൾക്കാരും ദയവ് ചെയ്ത് ഈ വീഡിയോ കണ്ടിട്ട് ഗൂഗിൾ അനലിറ്റിക്സിൻ്റെ ട്രാക്കിംഗ് കോഡ് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ SEO സൂംസ് എന്ന് പറയുന്ന ഒരു ബ്ലോഗ്സ്പോട്ട് ബ്ലോഗാണ് ഇവിടെ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നത്. ഈ ബ്ലോഗിനകത്തേക്ക് ട്രാക്കിംഗ് കോഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാം. ഗൂഗിൾ അനലിറ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ വെബ്സൈറ്റിലേക്ക് വിസിറ്റ്സ് വരുന്നതിനെയൊക്കെ ട്രാക്ക് ചെയ്യാൻ, എത്ര വിസിറ്റ്സ് വന്നു, എവിടെ നിന്നൊക്കെ വിസിറ്റ് വന്നു, ഏതൊക്കെ ബ്രൗസർ ഉപയോഗിച്ചിട്ടാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഡിവൈസ് വഴിയൊക്കെയാണ് വിസിറ്റ് വന്നത്, ഏത് പേജിലാണ് വിസിറ്റേഴ്സ് ലാൻഡ് ചെയ്തത്, വന്ന വിസിറ്റർ ഏത് കൺട്രിയിൽ നിന്ന് വന്നു, ഏത് ലൊക്കേഷനിൽ നിന്ന് വന്നു, ഏത് സിറ്റിയിൽ നിന്ന് വന്നു, ഇതൊക്കെ അറിയാൻ നമുക്ക് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഗൂഗിൾ അനലിറ്റിക്സ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനകത്ത് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടൂളാണ് ഗൂഗിൾ അനലിറ്റിക്സ്. അപ്പോൾ ആ ഗൂഗിൾ അനലിറ്റിക്സിൻ്റെ ട്രാക്കിംഗ് കോഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ വീഡിയോ സെക്ഷനാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. ആദ്യം നമ്മളെ ബ്ലോഗിൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്തെടുക്കുക. നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ബ്ലോഗ് ഇതുപോലെ ബ്രൗസറിൽ ഓപ്പൺ ആക്കിയിട്ട് ബ്ലോഗ് എടുക്കാൻ അറിയായിരിക്കും. ഇവിടെ വ്യൂ ബ്ലോഗ് എന്ന ബ്ലോഗറിൽ നിന്നുകൊണ്ട് വ്യൂ ബ്ലോഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബ്ലോഗ് കാണാൻ പറ്റും. അതിൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്തെടുക്കുക. കോപ്പി ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഗൂഗിളിനകത്ത് ഗൂഗിൾ അനലിറ്റിക്സ് എന്ന് അടിക്കുക. അനലിറ്റിക്സ് നമ്മൾ ഗൂഗിൾ അനലിറ്റിക്സിൻ്റെ 4 ആണ് വേർഷനാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ അവിടെ സെർച്ച് റിസൾട്ടിനകത്ത് വരുന്നതിനകത്ത് ഗൂഗിൾ അനലിറ്റിക്സ് 4 ആണ് നമ്മൾ ഇന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പഠിക്കുന്നത്. അവിടെ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ അനലിറ്റിക്സ് എന്ന് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ജിമെയിൽ അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലോഗിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഗൂഗിൾ അനലിറ്റിക്സിനകത്തേക്ക് പോകും. ആദ്യമായിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് സ്റ്റാർട്ട് മെഷറിംഗ് എന്നുള്ള ഓപ്ഷനൊക്കെ ആയിരിക്കും കാണിക്കുക. അപ്പോൾ നമ്മൾ ഗൂഗിൾ അനലിറ്റിക്സിനകത്ത് ആൾറെഡി നമ്മളിപ്പോൾ ഈ അക്കൗണ്ടിനകത്ത് ആൾറെഡി വേറെ ഗൂഗിൾ അനലിറ്റിക്സ് ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇവിടെ ഞാൻ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നേരെ വരുന്നത് ഈ പോർഷനിലേക്കായിരിക്കും, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക്. അപ്പോൾ ഞാൻ അക്കൗണ്ട് നെയിം കൊടുക്കുകയാണ്. അക്കൗണ്ട് നെയിം എന്നുള്ളത് നമ്മൾ കൊടുക്കുന്ന ഗൂഗിൾ അനലിറ്റിക്സിൻ്റെ അക്കൗണ്ടുകൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു ഗൂഗിൾ അക്കൗണ്ടിനകത്ത് തന്നെ ഒന്നിൽ കൂടുതൽ വെബ്സൈറ്റുകളോ ബ്ലോഗുകളോ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ SEO സൂംസ് എന്ന് പറയുന്ന ഒരു നെയിമാണ് അക്കൗണ്ട് നെയിമായിട്ട് കൊടുക്കുന്നത്. അപ്പം നിങ്ങളിവിടെ നിങ്ങളുടെ നെയിമാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് ദിയ എന്ന് പറയുന്ന ആൾ ക്രിയേറ്റ് ചെയ്യുന്ന ബ്ലോഗാണ് അനലിറ്റിക്സ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ദിയ എന്ന് കൊടുക്കാം. എന്നിട്ട് നമുക്കിവിടെ ഈ ടിക്കൊക്കെ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കണം. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് എന്നുള്ള കാര്യം കാണിക്കുക. അപ്പോൾ അവിടെ നിങ്ങളുടെ പേര് ദിയ ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ദിയ ബ്ലോഗ്സ്പോട്ട് ബ്ലോഗ് എന്ന് കൊടുക്കുക. ഇവിടെ SEO സൂംസിൻ്റെ ബ്ലോഗ് ആയതുകൊണ്ട് SEO സൂംസിൻ്റെ ബ്ലോഗ് സ്പോട്ട് ബ്ലോഗ് എന്നാണ് ഞാൻ കൊടുക്കുന്നത്. SEO സൂംസിൻ്റെ ബ്ലോഗ് സ്പോട്ട് ബ്ലോഗ്. ഇവിടെ കൺട്രി സെറ്റിംഗ്സ് ഉണ്ടാകും. അവിടെ നമ്മൾ ഇന്ത്യ എന്ന് കൊടുക്കണം. ഇന്ത്യ എന്ന് സെലക്ട് ചെയ്തിട്ട് ഇന്ത്യ കൊടുക്കണം. കാരണം ഈ കൺട്രിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തായിരിക്കും നമ്മളുടെ ഈ കൺട്രിയുടെ ടൈം സോൺ അനുസരിച്ചായിരിക്കും നമ്മളെ റിപ്പോർട്ടൊക്കെ ഗൂഗിൾ അനലിറ്റിക്സിനകത്ത് കാണിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ വെബ്സൈറ്റിനകത്ത് വരുന്ന വിസിറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾ ആയതുകൊണ്ട് ഓരോ ദിവസവും ഓരോ ടൈം സോൺ അനുസരിച്ച് നമ്മളെ ആയിരിക്കും റിപ്പോർട്ടുകൾ കാണിക്കുക. അപ്പം നമ്മളിവിടെ ഇന്ത്യൻ ടൈം സോണിന് പകരം US UK കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ടൈം സോൺ അനുസരിച്ചായിരിക്കും കാണിക്കുക. അപ്പം നമ്മൾ ഇവിടുത്തെ വൈകുന്നേരം 7 മണിയല്ല അവിടുത്തെ 7 മണി, അത് മനസ്സിലാക്കുക. അത് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഇന്ത്യൻ ടൈം സോണാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്, +5:30. ഇപ്പോൾ GMT +5:30 ആണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. അത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കറൻസി നമുക്കിവിടെ INR കൊടുക്കാം. INR ഇന്ത്യൻ റുപ്പീസ് കൊടുക്കാം. ഇന്ത്യൻ റുപ്പീസ് കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടി ക്രിയേറ്റ് ആയി. അവിടെ നമ്മൾ ബിസിനസ് സെറ്റിംഗ്സിനകത്ത് നമ്മൾ പല ബിസിനസ്സുകൾ, ഇപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് ബ്യൂട്ടി ആൻഡ് ഫിറ്റ്നസിൻ്റെ ഒരു വെബ്സൈറ്റോ ബ്ലോഗോ ആണെങ്കിൽ നമുക്ക് ഇവിടെ ബ്യൂട്ടി ആൻഡ് ഫിറ്റ്നസ് കൊടുക്കാം. അതുപോലെ തന്നെ ഫുഡ് റിലേറ്റഡ് വെബ്സൈറ്റ് ഒക്കെ ആണെങ്കിലോ ഹെൽത്ത് റിലേറ്റഡ് വെബ്സൈറ്റ് ആണെങ്കിൽ അതാത് കാറ്റഗറി ആഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാൻ ബ്ലോഗ് ആയതുകൊണ്ട് റെഫറൻസ് എന്ന് കൊടുത്താൽ മതി തൽക്കാലം. അതിനുശേഷം നമുക്ക് കമ്പനി സൈസ് കാണിക്കുന്നുണ്ട്, എത്ര ആൾക്കാർ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ വെബ്സൈറ്റ് ആണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളെ ബ്ലോഗ് ആയതുകൊണ്ട് 1 to 10 എംപ്ലോയീസ് എന്ന് കൊടുത്താൽ മതി. 11 മുതൽ 100 വരെയൊക്കെ ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയുടെ വെബ്സൈറ്റിൻ്റെ ഗൂഗിൾ അനലിറ്റിക്സ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ രണ്ടാമത്തെ ഓപ്ഷനും, 101 മുതൽ 500 വരെ എംപ്ലോയീസ് ഉള്ളതാണെങ്കിൽ ഈ ഓപ്ഷനും, അതിനൊക്കെ 501 മുകളിലുള്ള എംപ്ലോയീസ് ആണെങ്കിൽ ഈ ഓപ്ഷനും കൊടുക്കണമെന്നാണ് ഈ സെറ്റിങ്സ്. അല്ലാതെ അതിനകത്ത് വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മളെ ബ്ലോഗ് നമ്മളതായതുകൊണ്ട് 1 to 10 എന്നാണ് കൊടുത്തത്. നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഗൂഗിൾ അനലിറ്റിക്സ് വഴി വേണ്ടതെന്നുള്ള ഓപ്ഷനാണ്. ഇവിടെ നമുക്ക് അറിയാൻ പറ്റും ചൂസ് യുവർ ബിസിനസ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ നമ്മുടെ ബിസിനസിൻ്റെ ഒബ്ജക്റ്റീവ് അനുസരിച്ച് നമുക്ക് ലീഡ് കളക്ട് ചെയ്യണം എന്നുള്ള സെറ്റിങ്സ് കൊടുക്കണം. ഡ്രൈവ് ഓൺലൈൻ സെയിൽസ് ടിക്ക് കൊടുക്കണം. റൈസ്
ബ്രാൻഡ് അവയർനെസ് എന്ന് കൊടുക്കാം. പിന്നെ എക്സാമിൻ യൂസർ ബിഹേവിയർ വേണമെങ്കിൽ കൊടുക്കാം. ഇനി ഇവിടെ നമ്മൾ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഡിസെലക്ട് ആകും. ഗെറ്റ് ബേസ് ലൈൻ റിപ്പോർട്ടിനാണ് ഇവിടെ കൊടുക്കുക. അപ്പം ഇതൊക്കെ ബേസ് ലൈനോ അല്ലാതെ ഒരു അഡ്വാൻസ് റിപ്പോർട്ടിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഇവിടെ ടിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അതങ്ങനെ തന്നെ വിടുക. ഈ 4 ടിക്ക് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് കൊടുക്കുക. ക്രിയേറ്റ് കൊടുക്കുമ്പോൾ നമ്മളെ ഗൂഗിൾ അനലിറ്റിക്സിന്റെ സർവീസ് എഗ്രിമെന്റ് ഇവിടെ കാണിക്കുന്നുണ്ടാകും. അവിടെ US ഡിഫോൾട്ട് ആയിട്ടുള്ള സർവീസ് എഗ്രിമെന്റ് ആയിരിക്കും കാണിക്കുക. അവിടുത്തെ നിയമത്തിനനുസരിച്ചുള്ളതാണ്. അത് നമ്മൾ മാറ്റിയിട്ട് ഇന്ത്യ എന്നിവിടെ കൊടുത്തു കഴിയുമ്പോൾ ഇന്ത്യൻ ജൂറിസ്ഡിക്ഷൻ അനുസരിച്ചുള്ള രീതിയിൽ ഇതിന്റെ സെറ്റിംഗ്സ് ഇപ്പോൾ മാറിയിട്ടുണ്ടാവും. എന്നിട്ട് ഐ ഓൾസോ അക്സെപ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഇത് കൊടുക്കുക. എന്നിട്ട് ഇത് താഴോട്ട് ഡ്രാഗ് ചെയ്ത് വന്നതിന് ശേഷം വീണ്ടും ഡ്രാഗ് ചെയ്യുക. വീണ്ടും അതിനകത്ത് ഒരു ടിക്ക് കൊടുക്കാൻ സ്ഥലം ഉണ്ടാവും. 2 ടിക്കുകളിലും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് സർവീസ് എഗ്രിമെന്റിന്റെ ലീഗൽ ടേംസ് ആൻഡ് എഗ്രിമെന്റ് ആണ്. എന്നിട്ട് അക്സെപ്റ്റ് കൊടുക്കുക. അത് അക്സെപ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് സ്ട്രീം ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അവിടെ വെബ് സ്ട്രീമും ആൻഡ്രോയിഡ് ആപ്പിന് വേണ്ടിയിട്ടാണോ അതോ iOSന് വേണ്ടിയിട്ടാണോ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം. ഗൂഗിൾ അനലിറ്റിക്സ് ഉപയോഗിച്ച് നമ്മൾ വെബ്സൈറ്റ് വരുന്ന വിസിറ്റേഴ്സിനെ മാത്രമല്ല ആൻഡ്രോയിഡ് ആപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരെയും iOS ആപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ വെബാണ് കൊടുക്കുന്നത്. നമ്മുടെ ബ്ലോഗിനകത്താണ് ആയതുകൊണ്ട് വെബ് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ നേരത്തെ വെബ്സൈറ്റിന്റെ അഡ്രസ്സ് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പേസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഇവിടെ നിന്ന് ഈ പ്രിഫിക്സ് അങ്ങ് റിമൂവ് ചെയ്ത് കളയുക. കാരണം ആൾറെഡി HTTPS എന്നുള്ള പ്രിഫിക്സ് ഇവിടെ ഉണ്ട്. റിമൂവ് ചെയ്ത് കളയുക. ഇവിടെ നമ്മൾ വെബ്സൈറ്റിന്റെ അഡ്രസ്സ്, അവിടെ വെബ്സൈറ്റിന്റെ സ്ട്രീം നെയിം SEO സൂംസ് ബ്ലോഗ് എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേര് ഇവിടെ ദിയ ബ്ലോഗ്സ്പോട്ട് ബ്ലോഗ് എന്ന് കൊടുക്കുക. ദിയയുടെ ബ്ലോഗ് ആണെങ്കിൽ ബാക്കിയുള്ളവർ അവരുടെ പേര് കൊടുക്കുക. സ്ട്രീം നെയിം മസ്റ്റായിട്ടും കൊടുക്കണം. ഇത്രയും കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഈ ടിക്ക് ഇനേബിൾഡ് ആണെന്ന് നോക്കുക. എൻഹാൻസ്ഡ് മെഷർമെന്റ് ആണ് നമുക്ക് വേണ്ടത്. അതെല്ലാം കുറേ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. അപ്പോൾ അത് ഓക്കെ കൊടുക്കുക. നെക്സ്റ്റ് ക്രിയേറ്റ് സ്ട്രീം കൊടുക്കുക. ഇത്ര ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സ്ട്രീം ജനറേറ്റ് ആയിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? വ്യൂ ടാഗ് ഇൻസ്ട്രക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ടാഗ് ഇൻസ്ട്രക്ഷൻസിനകത്ത് മാനുവലി നമ്മളെ കോഡ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. അപ്പോൾ ഇൻസ്റ്റാൾ മാനുവലി ഉള്ള ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. ഇവിടെ നമുക്ക് ഇതിൻ്റെ കോഡ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്യുകയോ അല്ലെങ്കിൽ ഈ ടാഗിൻ്റെ തൊട്ടടുത്ത് തന്നെ കോപ്പി ചെയ്യാനുള്ള ബട്ടൺ ഉണ്ടാവും. അത് കോപ്പി ചെയ്തെടുക്കുകയോ ചെയ്യുക. ഇതാണ് നമ്മളെ ട്രാക്കിംഗ് കോഡ്. ഗൂഗിൾ അനലിറ്റിക്സിന്റെ ജാവാസ്ക്രിപ്റ്റ് കോഡാണിത്, ട്രാക്കിംഗ് കോഡാണിത്. ഇത് നമ്മൾ കൊണ്ടുവന്ന് നമ്മളെ വെബ്സൈറ്റിനകത്ത് നമ്മളെ ബ്ലോഗിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലോഗിനകത്ത് വരുന്ന വിസിറ്റ് ഒക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കോപ്പി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ബ്ലോഗറിനകത്തേക്ക് വരിക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്ലോഗ് ഇവിടെ സെലക്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ തീം എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ കസ്റ്റമൈസ് ഓപ്ഷൻ്റെ തൊട്ടടുത്ത് ഒരു ആരോ ഉണ്ടാകും. ശ്രദ്ധിക്കണം. ഈ ആരോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എഡിറ്റ് HTML എടുക്കുക. അപ്പോൾ നമ്മുടെ ബ്ലോഗർ HTMLനകത്ത് എഡിറ്ററിനകത്ത് ഓപ്പൺ ആയി കിട്ടും. ഇവിടെ ഈ ഒരു 8th പൊസിഷനിൽ ലൈൻ സ്പേസ് കിടപ്പുണ്ടല്ലോ. അവിടെ നമ്മളൊരു എൻട്രി കൊടുത്തിട്ട് സ്പേസ് ഉണ്ടാക്കിയതിന് ശേഷം ആ ട്രാക്കിംഗ് കോഡ് അവിടെ പേസ്റ്റ് കൊടുക്കുക. പേസ്റ്റ് കൊടുത്തതിന് ശേഷം നമ്മളൊരു എൻട്രി കൂടെ കൊടുത്തതിന് ശേഷം ഇവിടെ റൈറ്റ് സൈഡിൽ ഇത് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. സേവ് കൊടുക്കുക. ഇത് സേവായി പ്രോസസ്സിംഗ് എന്ന് എഴുതി കാണിക്കും. സക്സസ്ഫുള്ളി സേവായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രാക്കിംഗ് കോഡ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഇതിനെ അത് കഴിഞ്ഞതിന് ശേഷം ഇത് ക്ലോസ് ചെയ്യാം. ഇതും ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഗൂഗിൾ അനലിറ്റിക്സ് ഒരിക്കൽ കൂടെ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ട്രാക്കിംഗ് കോഡ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് നമുക്ക് അവിടെ നിന്ന് നമ്മളെ പ്രോപ്പർട്ടി അവിടെ നിന്ന് എടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ എന്ത് പ്രോപ്പർട്ടിയാണ് നമ്മൾ ആഡ് ചെയ്തത് ആ പ്രോപ്പർട്ടി നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഉദാഹരണത്തിന് SEO സൂംസിൻ്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ ആഡ് ചെയ്തതെങ്കിൽ SEO സൂംസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ പ്രോപ്പർട്ടി ഡീറ്റെയിൽസിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ പ്രോപ്പർട്ടി സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ SEO സൂംസിൻ്റെ പ്രോപ്പർട്ടി ഇവിടെ ഓപ്പൺ ആകുന്നുണ്ടാവും. ഇത് പഴയ ഏതൊരു പ്രോപ്പർട്ടിയാണ്. നമുക്ക് ആ SEO സൂംസിൻ്റെ പ്രോപ്പർട്ടി അല്ല GF4 ഇതാണ് എടുക്കേണ്ടിയിരുന്നത്. അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ പ്രോപ്പർട്ടി ആഡ് ചെയ്തിരിക്കുന്നതിൻ്റെ റിപ്പോർട്ടിനകത്ത് എത്തും. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ അനലിറ്റിക്സ് എന്ന് എഴുതിക്കുന്ന താഴെ ഹോം ബട്ടൻ്റെ തൊട്ട് താഴെ റിപ്പോർട്ട് ഉണ്ടാകും. ആ റിപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ റിപ്പോർട്ടിൻ്റെ തൊട്ട് താഴെയായിട്ട് റിയൽ ടൈം എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും. റിയൽ ടൈം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ റിയൽ ടൈം ഡേറ്റ ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ റിയൽ ടൈം ആയിട്ട് കഴിഞ്ഞ 30 മിനിറ്റിനുള്ളിൽ 0 വിസിറ്റേഴ്സാണ് ആ ബ്ലോഗിൽ ഉള്ളതെന്നാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമ്മളെ ബ്ലോഗ് ഓപ്പൺ ആക്കി വെച്ചിട്ട് നമ്മൾ ട്രാക്കിംഗ് കോഡ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇതിനെ റീലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിനെ റീലോഡ് ചെയ്യാം. ഇതിനെ റീലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ അനലിറ്റിക്സിനകത്ത് നമുക്ക് ഡേറ്റ ഇവിടെ വിസിറ്റേഴ്സ് ഒന്നും ഇല്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് വിസിറ്റേഴ്സ് വരുന്നത് കാണാൻ പറ്റും ലൈവായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ 0 വിസിറ്റ് ആണ് കഴിഞ്ഞ 30 മിനിറ്റിനുള്ളിൽ ഉള്ളതെന്ന് പറയുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ട്രാക്കിംഗ് കോഡ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ തന്നെ അത് ട്രാക്കിംഗ് കോഡ് വെച്ച് നമുക്ക് നമ്മുടെ ബ്ലോഗിലേക്ക് വരുന്ന പുതിയ വിസിറ്റ്സ് ഇവിടെ നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിന് ഒരിക്കൽ കൂടെ ഒന്ന് റീലോഡ് ചെയ്യാൻ ഞാൻ ഒരിക്കൽ കൂടെ റീലോഡ് കൊടുത്തിട്ട് വീണ്ടും അനലിറ്റിക്സ് എടുക്കുകയാണ്. അപ്പോൾ അത് റീലോഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് വിസിറ്റ്സ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ആ വെബ്സൈറ്റിൻ്റെ റിയൽ ടൈം ഡേറ്റ നോക്കണമെങ്കിൽ നമ്മളെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്ത് വേറെ ഏതെങ്കിലും കമ്പ്യൂട്ടറിൽ ഓപ്പൺ ആക്കിയാലും മതി. നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ പറ്റും.
ഇത് ജസ്റ്റ് ഞാൻ ഇവിടെ റീലോഡ് ചെയ്യുകയാണ് ഈ പേജ്. ഗൂഗിൾ അനലിറ്റിക്സിൻ്റെ പേജും കൂടെ ഒന്ന് റീലോഡ് ചെയ്ത് നോക്കുകയാണ്. അതിൻ്റെ ട്രാക്കിംഗ് കോഡ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം വിസിറ്റ് ഒന്നും വന്നതായിട്ട് കാണിക്കുന്നില്ല. എന്തായാലും നമുക്ക് നമ്മളെ വെബ്സൈറ്റിനകത്ത് ടെംപ്ലേറ്റ് സേവ് ആയിട്ടുണ്ട്. ഇവിടെ സേവ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഡേറ്റ ഇവിടെ ഒരിക്കൽ കൂടെ റീലോഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ ആ URL നെ ഒരിക്കൽ കൂടെ കോപ്പി ചെയ്ത് ഒരു പുതിയ ടാബിനകത്ത് ഓപ്പൺ ആക്കുകയാണ്. എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ഗൂഗിൾ അനലിറ്റിക്സിനകത്ത് വെയിറ്റ് ചെയ്യാം. ഇതിനകത്ത് വിസിറ്റേഴ്സ് കാണിച്ച് തുടങ്ങേണ്ടതാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഗൂഗിൾ അനലിറ്റിക്സിൻ്റെ ട്രാക്കിംഗ് കോഡ് ഇൻസ്റ്റാൾ ചെയ്യണത്. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുള്ള ബ്ലോഗോ കാര്യങ്ങളോ എടുത്ത് ഓപ്പൺ ആക്കി ഇതിൻ്റെ പോസ്റ്റൊക്കെ ഓപ്പൺ ആക്കി നോക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വിസിറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കിട്ടി തുടങ്ങേണ്ടതാണ്. ഇതിനകത്ത് ഡേറ്റ ഒന്നും എത്തിയിട്ടില്ല. അപ്പം കുറച്ച് 30 മിനിറ്റിനുള്ളിൽ നമുക്ക് 0 വിസിറ്റാണ് കാണിക്കണമെന്ന് പറയുന്നുണ്ട്. നമുക്ക് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്താൽ മതി. വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വിസിറ്റ് ഡീറ്റെയിൽസ് ഇവിടെ വന്ന് തുടങ്ങും. ഇവിടെ ഒരു വിസിറ്റർ വരുന്നതായിട്ട് കാണിക്കും. ഇതിനകത്ത് റീലോഡ് ആക്കിയിട്ടും വിസിറ്റ് കാണിക്കുന്നില്ല. ട്രാക്കിംഗ് കോഡ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞത് സക്സസ് ആയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ട്രാക്കിംഗ് കോഡ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ട്രാക്കിംഗ് കോഡ്. നമ്മളിപ്പോൾ കോപ്പി ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത ട്രാക്കിംഗ് കോഡ് സോഴ്സിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് വർക്കിംഗ് ആണ്. എന്തായാലും നമ്മൾ ഗൂഗിൾ അനലിറ്റിക്സിനകത്ത് പ്രോപ്പർട്ടി സെലക്ട് ചെയ്തിരിക്കുന്നത് തെറ്റിപ്പോയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. SEO സൂംസ് എന്ന് തന്നെയാണ് കൊടുത്തത്. SEO സൂംസ് ബ്ലോഗ്സ്പോട്ട് ബ്ലോഗ്. അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് ഇവിടെ ഡേറ്റ കാണാൻ പറ്റും. റീലോഡ് കൊടുത്താൽ മതി. വിസിറ്റ് നമ്മളിവിടെ വിസിറ്റ് ചെയ്തെങ്കിൽ നമ്മുടെ വിസിറ്റ് ഇതിനകത്ത് ട്രാക്ക് ചെയ്യപ്പെടുന്നില്ല എന്ന് തോന്നുന്നു. നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാം, ബ്ലോഗിൻ്റെ അഡ്രസ്സ് ഒന്നുകൂടെ കോപ്പി ചെയ്തിട്ട് വേറൊരു ബ്രൗസറിനകത്ത് ഓപ്പൺ ആക്കാം. വേറൊരു ബ്രൗസർ എടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് ഓപ്പൺ ആക്കി നോക്കാം. പേസ്റ്റ് കൊടുത്തിട്ട് വേറെ ബ്രൗസറിനകത്താണ് നമ്മൾ ഓപ്പൺ ആക്കുന്നത്. അപ്പം നമുക്കിവിടെ ട്രാക്കിംഗ് ID കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇത് കാണാൻ പറ്റുമായിരിക്കും ഉറപ്പായിട്ടും. വേറെ ബ്രൗസറിലാണ് ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുള്ളത്. നമ്മളെ ബ്രൗസറിൽ ഓപ്പൺ ആക്കിയിട്ട് അത് കാണിക്കുന്നില്ല. അപ്പോൾ ഇതൊന്ന് റീലോഡ് ചെയ്യാം. അപ്പം ഗൂഗിൾ അനലിറ്റിക്സിൻ്റെ ട്രാക്കിംഗ് കോഡ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒരു ശകല സമയം ഡിലേ ഉണ്ടാകും. അതിൻ്റെ കഴിഞ്ഞ 30 മിനിറ്റിനുള്ളിലുള്ള ഡേറ്റയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഡേറ്റ ഒന്നും ഇവിടെ കാണിക്കുന്നില്ല, ഒന്നും വെച്ചായി വന്നിട്ടില്ല. ഇനി നമുക്ക് വേറൊരു ബ്രൗസറിൻ്റെ കൂടെ ഓപ്പൺ ആക്കി നോക്കണം. അപ്പോൾ നമ്മൾ ട്രാക്കിംഗ് കോഡ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ റിയൽ ടൈമിൽ അത് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ട്രാക്കിംഗ് കോഡ് വർക്ക് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നില്ല. റിയൽ ടൈം ഒരിക്കൽ കൂടെ ഞാൻ ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ട്. ഇവിടെ വിസിറ്റേഴ്സ് കാണിക്കും. നമുക്ക് നമ്മുടെ ബ്ലോഗിനകത്ത് വന്ന വിസിറ്റേഴ്സ്, പുതിയ വിസിറ്റേഴ്സ് ഇവിടെ കാണിക്കും. കഴിഞ്ഞ 30 മിനിറ്റ് വന്നേക്കുന്ന വിസിറ്റേഴ്സ് ഇവിടെ കാണിക്കേണ്ടതാണ്. നമുക്ക് എന്തായാലും ക്രോമിനകത്ത് കൂടെ ഒരിക്കൽ കൂടെ ആ ബ്ലോഗ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഞാൻ എടുത്തേക്കുന്ന പ്രോപ്പർട്ടി തെറ്റിപ്പോയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. തെറ്റിയെന്ന് പറഞ്ഞാൽ ചിലപ്പം ഇതിനകത്ത് വിസിറ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വിസിറ്റ് ട്രാക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം SEO സൂംസിനകത്ത് ഇപ്പോൾ ഒരു വിസിറ്റ് വന്നായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ട്രാക്ക് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ ബ്ലോഗൊക്കെ ട്രാക്ക് ചെയ്യപ്പെടുന്നുണ്ട്. ക്രോമിനകത്ത് ഓപ്പൺ ആക്കിയപ്പോഴാണ് കറക്റ്റായിട്ട് കാണിച്ചത്. ഇനി നമുക്ക് ക്രോമിനകത്ത് ഏത് പേജിലാണ് നിൽക്കണമെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. SEO സൂംസ് SEO സ്പെഷ്യലിസ്റ്റ് ഇന്ത്യ എന്നുള്ളൊരു പേജിനകത്താണ് നിൽക്കുന്നത്. നമുക്ക് അവിടെ പോയി ബ്ലോഗിൻ്റെ പോസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് മാറുന്ന കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ 2 വിസിറ്റ് കാണിക്കുന്നുണ്ട്. അപ്പം പേജ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന സെഷനൊക്കെ ട്രാക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ചെറിയൊരു ഡിലേ ഉണ്ടായിരുന്നത് നെറ്റിൻ്റെ എന്തെങ്കിലും തടസ്സം കൊണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഇവിടെ പേജ് ടൈറ്റിൽ കാണിക്കുന്നുണ്ട്, ഒരു വിസിറ്റ് കാണിക്കുന്നുണ്ട്. അവിടെ എവിടെ നിന്നാണ് ഈ വിസിറ്റ് വന്നേക്കണമെന്ന് കാണിക്കുന്നുണ്ട്. കണ്ടോ, കൊച്ചി ലൊക്കേഷൻ മാപ്പിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ട്രാക്കിംഗ് കോഡ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് സക്സസ് ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ബ്ലോഗിനകത്തും ഇതുപോലെ ട്രാക്കിംഗ് കോഡ് ഇൻസ്റ്റാൾ ചെയ്യണം. ഗൂഗിൾ അനലിറ്റിക്സിൻ്റെ ട്രാക്കിംഗ് കോഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് സെഷൻ ബുധനാഴ്ച ഉള്ള സെഷനകത്ത് ബാക്കി കാര്യങ്ങൾ പഠിക്കാം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.